ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ നടന്ന സൂപ്പർ പോരാട്ടത്തെ കുറിച്ചാണ്. ക്ലബ് വേൾഡ് കപ്പിൽ അറ്റ്ലന്റിക്കോ മഡ്രിഡ് വിസസ് PSG മത്സരത്തെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ PSG ഫൈനലിൽ എവിടെ നിർത്തിയത് അതിന്റെ ബാക്കിയായിരുന്നു ഇന്നലെ നടന്ന അറ്റ്ലന്റിക്കോ വിസസ് PSG മത്സരം. ഒന്നും പറയാനില്ല. അവര് എന്താണ് ചാമ്പ്യൻസ് ലീഗിൽ ഇന്ററിനെതിരെ കാണിച്ചത് അതേ ഗെയിം അറ്റ്ലന്റിക്കോ മഡ്രിഡിനെ ഇത്രയും ഡിഫൻഡീവായി കളിക്കുന്ന അറ്റ്ലന്റിക്കോ മഡ്രിഡിനെ 4-0 പരാജയപ്പെടുത്തി. ഒന്നും പറയാനില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ PSG ഇതിലും ഫൈനൽ ഉണ്ടാവും. PSG കളി ഒരു വീഡിയോ ഗെയിം പോലെ അത്രയും എന്താന്ന് പറഞ്ഞാല് ഈ ഒരു ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. ഉച്ച സമയത്തൊക്കെയാണ് തോന്നുന്നത് അമേരിക്കയിൽ ഈ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഓൾറെഡി ടൈറ്റ് ഷെഡ്യൂളാണ്. ക്ലബുകൾക്ക് അവരുടെ പ്ലേയേഴ്സിന് റെസ്റ്റ് ഇല്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയില്ലേ, അതേ അവസ്ഥയാണ്. മില്യൺസ് ആണ് ഇതെന്നുള്ള വരുമാനം. 1000 സംതിങ് എന്തോ കോടി രൂപയാണ് ഇതിൽ വിന്നേഴ്സിന് അതേപോലെ പാർട്ടിസിപ്പേറ്റ് ആൻ അതിന് വരെ പൈസയാണ്. അപ്പൊ ഫുൾ ടീമായിട്ടാണ് അറ്റ്ലന്റിക്കോ മഡ്രിഡും PSG കളത്തിലിറങ്ങിയത്. എന്തായാലും കപ്പടിച്ചിട്ട്, അതും വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള പഴയ പോലെ അല്ല, 4 വർഷം ആ ബാഡ്ജ് നെഞ്ചത്ത് കുത്താം ക്ലബുകൾക്ക്. അപ്പോൾ അതൊക്കെ അവർക്കൊരു തന്നെയാണ്. അതിൽ ഉപരി പണം തന്നെയാണ് മെയിൻ. അപ്പൊ എന്ത് വില കൊടുത്തും ഈ കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം 32 ടീമുകളാണ്. ശരിക്കും രാജ്യങ്ങൾ നടക്കുന്ന ലോകകപ്പ് പോലെയാണ് ഒരു ക്ലബ്ബുകളുടെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അതിന് ഒരുപാട് ടീമുകൾ പല രാജ്യങ്ങളും പല കോണ്ടിനെന്റുകളിലും പല ഇതൊന്നായിട്ട് ലീഗുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഇന്നലെ നടന്ന സൂപ്പർ പോരാട്ടം എന്ന് പറഞ്ഞാൽ 2 സ്പാനിഷിലും ഫ്രാൻസിലും 2 വമ്പന്മാരല്ലായിരുന്നു. പക്ഷെ ഞാനും വിചാരിച്ചു നല്ല കടുത്തൊരു പോരാട്ടം ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ തീർച്ചയായിട്ടും അറ്റ്ലന്റിക്കോ മഡ്രിഡിന്റെ ഭാഗത്ത് എന്താ പറഞ്ഞാൽ കുറെ മിസ് പാസുകൾ, അതേപോലെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പഞ്ചില്ലാത്ത അറ്റാക്കിങ്ങും ഡിഫൻസിലും എന്തൊക്കെയോ പിഴവുകൾ, മൊത്തത്തിൽ ശോകമുഖമായി കളിയത് അറ്റ്ലന്റിക്കോ. പിന്നെ റഫറിങ് അത് പറയാതിരിക്കാൻ വയ്യ. എന്താന്ന് പറഞ്ഞാല് ജൂലിയൻ ആൽവാരസ് ഒരു രണ്ട് ഗോള് PSG അടിക്കുന്ന സമയത്താണ് ജൂലിയൻ ആൽവാരസ് ഒരു ഗോൾ അടിക്കുന്നത്. ആ ഗോളിന് മുമ്പ് ഒരു ചെറിയൊരു ഫൗൾ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അത്ര വലിയ ഫൗൾ ആയിട്ടില്ല. ഗോള് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഗോള് വിധിച്ച ശേഷം തേർഡ് വാറ് കൊടുത്തിട്ട് അതിൽ ഈ ഗോള് ഡിസ്ക്വാളിഫൈ ആയി. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. ഈ ഗോള് ഫൗളായിരുന്നു. എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് അത്രയും ഫൗളിനുള്ള ഇതൊന്നുമില്ല. അതേപോലെ റഫറിയുടെ കുറെ തീരുമാനങ്ങൾ എന്താന്ന് പറഞ്ഞാല് PSG താരങ്ങളെ പോയി മുട്ടി കഴിഞ്ഞാൽ അപ്പോൾ യെല്ലോ കാർഡായിരുന്നു. അങ്ങനെ ലെഗ്നറ്റിന് റെഡ് കാർഡ് കിട്ടിയിട്ട് ആള് എന്തോ അബ്യൂസ് പറഞ്ഞത് കൊണ്ടാണ് തോന്നുന്നത് റഫറിക്കെതിരെ 2 യെല്ലോ കാർഡായി. അങ്ങനെ റെഡ് കാർഡ് കിട്ടിയിട്ട് 80 മിനിറ്റ് ശേഷം ആള് കളിയിൽ നിന്ന് പുറത്തുപോയി. പിന്നെ ഒരു ഗോള്, അങ്ങനെ 4 ഗോളിന് പരാജയപ്പെട്ടു. ഫൈനലിൽ എവിടെയാണ് ഇന്റർനെതിരെ ഇവർ കളി നിർത്തിയത് അവിടെ നിന്നാണ് ഈ കളി തുടങ്ങി പറഞ്ഞത്. അതേപോലെ തന്നെ ന്യൂനോ മെൻഡീസ്, അതേപോലെ വെറ്റിന, അതേപോലെ മാക്കിനസ്, എല്ലാവരും കവറാസ്കിന്റെ ഒക്കെ വിങ്ങിലൂടെ കയറലുണ്ടല്ലോ. എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഡെമ്പൽ ഇല്ലാതെയാണ് ഇവര് ഇറങ്ങിയത് കളിക്കാൻ. എന്നിട്ട് പോലും അടിപൊളി. എന്താ പറഞ്ഞാൽ ഇവരുടെ പ്ലേ സ്റ്റൈൽ തന്നെ എന്താ പറഞ്ഞാല് ബോൾ എതിർ ടീമിന്റെ കാലിലാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പ്രഷർ ചെയ്തിട്ട് അങ്ങോട്ട് 2-3 പ്ലെയേഴ്സ് പോയിട്ട് ആ ബോൾ പെട്ടെന്ന് റിക്കവർ ചെയ്തിട്ട് നമ്മുടെ വരുതിയിലാക്കാം. എനിക്ക് അറ്റ്ലന്റിക്കോ മഡ്രിഡിന് ഇല്ലാതിരുന്ന ഒരു സംഭവം അതായിരുന്നു. അറ്റ്ലന്റിക്കോ മഡ്രിഡ് തീരെ അങ്ങോട്ട് എന്താ ടയേർഡായ പോലെ. അതേപോലെ ഒരു ബോൾ എടുക്കാൻ റിക്കവർ ചെയ്യാൻ 1-2 താരങ്ങൾ, അൽവാരസ്, അതേപോലെ കുറേ, കാരണം 1-2 താരങ്ങൾ കുറെ പ്ലേയേഴ്സ്, ഗ്രേസ്മാൻ്റെ ഒക്കെ എനിക്ക് ഇന്നത്തെ പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ ഓടുന്നല്ലാണ്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ വലുതായിട്ട് കഴിഞ്ഞിട്ടില്ല. കുറെ അതേപോലെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അറ്റ്ലന്റിക്കോ മഡ്രിഡിന് കഴിയില്ല. ബോൾ ഹോൾഡ് ചെയ്ത് അവരുടെ ഡിഫൻസ് ഇറങ്ങി വരാൻ വേണ്ടി കാത്തു നിൽക്കുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ മൂവ്മെന്റിൽ തീരുമാനങ്ങൾ എടുക്കുകയാണ് PSG. അതന്നെയാണ് അവർ ഈ സീസണിൽ മൊത്തം ഫൈനലിൽ, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അടുപ്പിച്ചതും ഇപ്പോ മൊത്തം ട്രിപ്പിൾ അടിച്ചതും എല്ലാത്തിനും കാരണം അവരുടെ ബോൾ കയ്യിൽ കിട്ടിയ അടുത്ത മൂവ്മെന്റ് എന്താണ് പെട്ടെന്ന് തോന്നുന്നത് ആ ഒരു തീരുമാനത്തിലേക്ക് ബോൾ മൂവ് ചെയ്യുക. അത് തെറ്റാണോ ശരിയാണോ അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ ക്ലിയർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതേ അവസ്ഥയാണ് ബാഴ്സയിലും ഈ സീസണിൽ കാണുന്നത്. ബോൾ ഹോൾഡ് ചെയ്യണ പരിപാടിയില്ല. അങ്ങനെ എനിക്ക് ഇതൊന്നും വലിയ രസമായിട്ടൊന്നും കളി ഇതുണ്ടായിരുന്നില്ല. അതാണ് ഏകപക്ഷീയമായിരുന്നു. അറ്റൻഡിങ് വേണ്ടിയിട്ട് കുറെ ട്രൈ ചെയ്തു എന്നല്ലാതെ ഒന്നും വിന്നിങ് ആവാൻ പറ്റില്ല. അതേപോലെ ഡോണറുമയുടെ സേവുകൾ, ഡോണറും അത്യാവശ്യം നല്ല സേവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒബ്ലാക്കും ഈ സൈഡിൽ നല്ലപോലെ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒബ്ലാക്കിന്റെ മുമ്പിലുള്ള ഡിഫൻസിന്റെ കുറെ പിഴവുകൾ കൊണ്ടൊക്കെയാണ് ഈ ഗോള്. അത് പറഞ്ഞാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങളിലാണ് ഈ PSG എന്താ പറയാ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ വന്ന് ഗോൾ അടിക്കുന്നത്. അതും സിമ്പിളായിട്ട്
അവിടെ വെയിലുണ്ട്, നല്ല ചൂടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ആ പ്ലേയേഴ്സിന്റെ ശാരീരിക ഒരു ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട്. 24 മുതൽ 30 വരെയാണ് ടെമ്പറേച്ചർ ഒക്കെ എന്ന് വിചാരിക്കുന്നു. അമേരിക്ക കാലിഫോർണിയ വെച്ചാണ് ഈ മത്സരം നടന്നത്. ഏകദേശം ഞാൻ കളി തുടങ്ങുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ ഒരു 70% ആയിട്ടുണ്ടെന്നുള്ളൂ. അപ്പൊ എന്താന്ന് വിചാരിച്ചു, എന്താണ് ഫിഫ ഓൾറെഡി ഈ ടിക്കറ്റ് വിൽക്കാത്തതിന്റെ അതിന് റേറ്റ് കുറച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിലും ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കളി ഒരു 20 മിനിറ്റ് ശേഷം ആകുമ്പോഴേക്കും സ്റ്റേഡിയം ഫുള്ളായി. 88,000 ഒക്കെയാണ് അതിന്റെ കപ്പാസിറ്റി ഉള്ളത്. അതിലൊരു 85 കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫാൻസുകാർ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ഇത് കാണാൻ പറ്റും. എന്താ പറഞ്ഞാൽ എവേ മത്സരം ഹോം മത്സരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സ് ആയിട്ട് സെലിബ്രേഷൻ, അതേപോലെ ക്രൗഡിന്റെ ഒക്കെ ആ പുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മിക്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ഫാൻസിന് ഇനിയിപ്പോ സെമി ഫൈനലിലേക്ക് എത്തുമ്പോൾ അത് 2 തീയതിയിലേക്ക് ഒരു തിരിച്ചിട്ടുള്ള ഒരു ഇതൊക്കെ വരുന്നു വിചാരിക്കുന്നു. ഇത് മിക്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്രൗണ്ടിന്റെ ഒരു ഇത് സപ്പോർട്ട് കാണാൻ കഴിയുന്നില്ല. തുടങ്ങി 19-ാം മിനിറ്റ് ഫാബിയാൻ റൂയിസിലാണ് ഫസ്റ്റ് ഗോൾ നേടുന്നത്. അതിനുശേഷം 40 ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് തന്നെ വെറ്റിനയിൽ കൂടെ രണ്ടാമത്തെ ഗോൾ നേടുന്നു. ഹാഫ് ടൈം കഴിഞ്ഞിട്ട് കുറെ നേരം കളി ഹോൾഡ് ആയിരുന്നു. അതേപോലെ ഹക്കീമിയുടെ കാര്യം എടുത്തു പറയാം. ഹക്കീമിന്റെ ഇന്നത്തെ പെർഫോമൻസ്, രക്ഷയില്ലാത്ത പെർഫോമൻസ്. ചങ്ങായി ഗ്രൗണ്ടിൽ വിങ്ങുകളിലൂടെയുള്ള ഒരു ഇതുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കളി. അതേപോലെ 87-ാം മിനിറ്റില് മയൂലുവിൽ നിന്നാണ് മൂന്നാമത്തെ ഗോൾ നേടുന്നത്. അവസാനം കളി കഴിഞ്ഞു 3-0 അവസാനിച്ച് പറഞ്ഞ സമയത്താണ് ഹാൻഡ്ബോളിലൂടെ അത്ലറ്റിക്കോ മഡ്രിഡിന് വീണ്ടും ഒരു പെനാൽറ്റി എതിരെ വിധിക്കുന്നത്. അതിൽ ലീ 90+7 മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഗോളാക്കിയിട്ട് 4-0 അത്ലറ്റിക്കോ മഡ്രിഡ് നശിപ്പിച്ചു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവരുടെ കളിയിലെ സ്റ്റാറ്റസിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഷോട്ടുകൾ PSG എടുത്തിട്ടുണ്ട്. അതിൽ 11 ഓൺ ടാർഗറ്റിലേക്ക് ആയിരുന്നു. അപ്പോൾ സേവുകളുടെ ഇതറിയാലോ അല്ലെ. അതേപോലെ അത്ലറ്റിക്കോ മഡ്രിഡ് 5 മാത്രമാണ് ഷോട്ട് എടുത്തത്. അതിൽ 1 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക്. അപ്പൊ തന്നെ അവരുടെ അറ്റാക്കിംഗ് അതുവരെ കൊണ്ടുപോകുക, എന്നിട്ട് ഇവരുടെ ഡിഫൻസിന്റെ ബോൾ കൊടുക്കുക, തിരിച്ചു വരിക. ഇത് തന്നെയായിരുന്നു പണി. അതേപോലെ പൊസിഷൻ നോക്കണേ 75% പൊസിഷൻ ഉണ്ടായിരുന്നു. ഇവിടെ 25% മാത്രമാണ് അത്ലറ്റിക്കോ മഡ്രിഡ് ഉണ്ടായിരുന്നത്. അതുപോലെ പാസസ് 814 പാസുകൾ PSG കംപ്ലീറ്റ് ചെയ്തപ്പോൾ 275 പാസുകൾ മാത്രമാണ് അത്ലറ്റിക്കോ മഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തത്. പാസിംഗ് അക്യുറസി 94% ഉണ്ടായിരുന്നു. എന്താ പറയുക, അത്ലറ്റിക്കോ മഡ്രിഡിന്റെ പാസ് മിസ് ചെയ്താലും PSG കറക്റ്റ് കാലില്ല. PSG പിന്നെ അവിടെ തുടങ്ങും കളി. അത്ലറ്റിക്കോ മഡ്രിഡ് 82% ആയിരുന്നു. ഫൗൾസ് 7ഉം 8ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോർണേഴ്സ് വിൻ ചെയ്ത് 4 കോർണേഴ്സ് PSG വിൻ ചെയ്തപ്പോൾ 2 കോർണേഴ്സ് മാത്രമാണ് അത്ലറ്റിക്കോ മഡ്രിഡ് വിൻ ചെയ്തത്. മൊത്തത്തിൽ ഈ സ്റ്റാറ്റസ് നോക്കുമ്പോൾ തന്നെ അറിയാം അത്ലറ്റിക്കോ മഡ്രിഡ് എന്താണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ PSG കറക്റ്റായിട്ട് അറിയാം. PSG ഒരുപാട് ടയർഡൊന്നും ഇല്ലാണ്ട് നല്ല ഗെയിം കളിച്ചിട്ടാണ് വന്നത്. കൗണ്ടറും കാര്യങ്ങളൊക്കെ നിൽക്കാൻ നല്ല രീതിക്ക് തന്നെ കളി ഇങ്ങനെ മെനഞ്ഞു കൊണ്ടുവരാൻ പറയില്ല, അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ എന്തായാലും PSG ഇവിടുന്ന് ഒരു വിജയം കരസ്ഥമാക്കി അടുത്ത റൗണ്ടിലേക്ക് ഇനി കയറാനുള്ള ചാൻസ് കൂടുതലായി. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നതായിരിക്കും.